السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അൽ മുഹിമ്മ. അൽ മുഹിമ്മയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ഇവിടെ. ഇത് ഒരു ഫത്വയല്ല. ആ രൂപത്തിൽ ആരും ഇതിനെ മനസ്സിലാക്കുകയും വേണ്ട. മറിച്ച് കിതാബുകളിൽ നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയാണ് എന്ന് ഗ്രഹിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് വായിച്ച് അർത്ഥം വെച്ച് വിഷയം പറഞ്ഞ് കൊടുക്കുന്ന ഒരു രൂപമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദുമാര് ആ ഭാഗങ്ങൾ നോക്കി ക്ലിയർ ചെയ്ത് അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് അവന്റെ ദീന് പഠിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദുമാരോട് ഒരു ചോദ്യം. കുല്ലു ആമിൻ വ അന്തും ബിഖൈർ എന്നുള്ളതാണോ ശരി, അതല്ല കുല്ല ആമിൻ വ അന്തും ബിഖൈർ എന്നുള്ളതാണോ? ഇത് വാവിന്റെ തർക്കീബൊക്കെ എങ്ങനെയാണ് വരിക? കുല്ലു ആമിൻ വ അൻതും ബിഖൈർ എന്നത് അങ്ങനെയും വായിക്കാം, കുല്ല ആമിൻ വ അൻതും ബിഖൈർ അങ്ങനെയും വായിക്കാം. കുല്ലു ആമിൻ എന്ന് റഫ് കൊണ്ട് വായിക്കുമ്പോൾ ഒന്നുകിൽ കുല്ലു കളയപ്പെട്ട ഫിഅലിന്റെ ഫായില്, യമുറു കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, നിങ്ങൾ ഖൈറിലായിരിക്കെ എല്ലാ കൊല്ലവും കഴിഞ്ഞു കിടക്കുന്നു. അല്ലെങ്കിൽ യുക്ബിലു കുല്ലു ആമിൻ, ഓരോ കൊല്ലവും ഇങ്ങനെ മുന്നിട്ട് വരുന്നു, വ അൻതും ബിഖൈർ. അപ്പൊ റഫ് കൊണ്ട് വായിക്കാം. ഇനി മുബ്തദയായിട്ടും വായിക്കാം, കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, എല്ലാ കൊല്ലവും അൻതും ബിഖൈർ, നിങ്ങൾ ഖൈറിലാണ്. അപ്പോ വാവ് സായിദ, കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, കുല്ലു മൂത്ത അൻതും ബിഖൈർ എന്നുള്ള ഇസ്മിയായ ജുംല ഖബർ, വാവ് സായിദ ഫീഹി എന്ന് ആയത് സങ്കല്പിച്ചു കൊടുക്കാം. മൂന്നാമത്തെ കോലം കുല്ല ആമിൻ വ അൻതും ബിഖൈർ, അൻതും ബിഖൈരിൻ, നിങ്ങൾ ഖൈറിലാണ്, കുല്ല ആമിൻ എല്ലാ വർഷത്തിലും. അപ്പൊ കുല്ല എന്നുള്ളത് മഫ്ഊൽ ഫീഹിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ നസ്ഉൽ ഖാഫിദോ ആക്കാം, വാവ് ഇസ്തിനാഫും ആക്കാം. അല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സംശയം ചോദിക്കാനാണ്. ഈ ഉളൂവിന്റെ ആട്ടെ നിസ്കാരത്തിന്റെ ആട്ടെ നെയ്യത്ത് കൽബ് കൊണ്ടാണ്, അത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ ബിദ്അത്താണ് എന്നും, അതുപോലെ തന്നെ ഉളൂ എടുക്കുന്ന അവസരത്തിൽ ബിസ്മി ചെല്ലൽ നിർബന്ധമാണ്, ബിസ്മി ചെല്ലാത്തവന് ഉളൂ ഇല്ല എന്നുള്ളതും പറഞ്ഞേക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ സത്യാവസ്ഥ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒളുവിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നത് സുന്നത്താണ്. തുഹ്ഫ പറയുന്നു, വത്തസ്മിയത്തു അവ്വലഹു, ഒളുവിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ലിൽ ഇത്തിബാഇ, നബിയോട് പിൻപറ്റിയതിന് വേണ്ടി. വലി ഖബരി ലാ വുളൂഅ ലിമൻ ലം യുസമ്മി, ബിസ്മി ചൊല്ലാത്തവർക്ക് വുളൂ ഇല്ല എന്നും ഹദീസുണ്ട്. അത് പറഞ്ഞിട്ട് പറയുന്നു, വ അഖദ മിൻഹു അഹ്മദു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഈ ഹദീസിൽ നിന്ന്, ബിസ്മി ചൊല്ലാത്തവർക്ക് വുളൂ ഇല്ല എന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കി വുജൂബഹാ, ബിസ്മി വാജിബാണ് എന്ന്. എന്നാൽ വറദ്ദഹു അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് അഹ്മദ് ബിൻ ഹംബലിന് മറുപടി കൊടുത്തു, ബിദുഅഫിഹി, ആ ഹദീസ് ദഈഫാണ്. ഇനി ദഈഫ് അല്ലെങ്കിലോ, ഔ ഹംലിഹി അലൽ കാമിൽ, കാമിലായ വുളൂ, ബിസ്മി ചൊല്ലാത്തവന് വുളൂ ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വുളൂ ഇല്ല എന്നാണ്. അപ്പോഴും അസ്ലു വുളൂ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കാം. 1:224. പിന്നെ നിയ്യത്ത് നാവ് കൊണ്ട് പറയൽ, അത് സംബന്ധമായി തുഹ്ഫ
2:12 പറയുന്നു, വയുന്തബുന്നുത്തുഖുബിൽ മൻവിയി കുബൈല തക്ബീർ. തക്ബീറിന്റെ മുമ്പ് കരുതുന്ന നിയ്യത്ത് പറയൽ സുന്നത്താണ്. കാരണം ലിയുസാഇദൽ ലിസാനുൽ ഖൽബ, ഈ നാവ് കൊണ്ടുള്ള പറച്ചിൽ മനസ്സിൽ കരുതാൻ ഹൃദയത്തെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച്. വഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, നാവ് കൊണ്ട് പറയൽ നിർബന്ധമാണെന്ന് പറയുന്ന ചിലരുടെ ഭിന്നതയിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയും. വഇൻ ശദ്ദ, അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. മാത്രമല്ല വഖിയാസൻ അലാ മാ യഅതി ഫിൽ ഹജ്ജ്, ഹജ്ജിൽ വരുന്നതിന് മേൽ ഖിയാസാക്കിയിട്ട് ഹജ്ജിൽ 4:55 പറയുന്നു, നബി തങ്ങൾ മനസ്സിൽ കരുതുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്തതായിട്ടാണ് ഹജ്ജിന്റെ അവിടെ നബി ചെയ്തത്. അപ്പൊ അതിന്റെ മേലിൽ ഖിയാസാക്കുകയാണ്. അൽ മുന്തഫിഉ ബിഹി, ആ ഖിയാസ് കൊണ്ട് റദ്ദ് ചെയ്യാം, തട്ടിപ്പോകും. അത്തശ്നീഉ ബി അന്നഹു ലം യുങ്കൽ, നാവ് കൊണ്ട് പറയൽ നക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല, അത് തെളിവില്ലാത്ത വിഷയമാണ് എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് നാവ് കൊണ്ട് പറയൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. ആ ഹജ്ജിൽ വന്നതിന്റെ മേലിൽ നിസ്കാരവും ഖിയാസാക്കാം. അപ്പൊ നിസ്കാരത്തിലെ നിയ്യത്തും നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സംഘടിതമായ സക്കാത്ത് അത് അനുവദനീയമാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ? ഇപ്പോ നമ്മളെ ഭാഗത്ത് സുന്നികളായ ആരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തെല്ലാം മുജാഹിദുകൾ ജമാഅത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ മഹല്ലിന്റെ കീഴിലൊക്കെ അങ്ങനെ നടത്താൻ പറ്റുമോ? അതിന്റെ യഥാർത്ഥ ഹുക്കുമുകൾ എന്താണ്, എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. സക്കാത്ത് കൊടുക്കുന്നത് 3 രൂപത്തിലാണ്. ഒന്നുകിൽ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഇമാമിനെ ഏൽപ്പിച്ച് ഇമാമ് അവകാശികളെ കണ്ടെത്തിയിട്ട് ഇമാമ് കൊടുക്കുക. രണ്ടാമത് സക്കാത്ത് കൊടുക്കേണ്ട ആള് മറ്റൊരു വ്യക്തിയെ വക്കാലത്താക്കുക കൊടുക്കാൻ വേണ്ടി. വക്കാലത്താക്കുന്ന ആള് ഒരു മുഅയ്യനായ ആളാവണം, ഒരു സംഘടനയോ ഒരു കമ്മിറ്റിയോ ആയിക്കൂടാ. മൂന്നാമത്തെ രൂപം സ്വന്തം നിലക്ക് കൊടുക്കുക. ഈ 3 രൂപത്തിലാണ് സക്കാത്ത് കൊടുക്കുക. ഇതിന് വിപരീതമായി നടത്തപ്പെടുന്ന കമ്മിറ്റിക്ക് കൊടുക്കൽ ഒരിക്കലും ശരിയല്ല. ചില ആളുകൾ ബിൽഡിംഗ് മൊത്തമായി വാടകക്കെടുത്ത് ആവശ്യക്കാർക്ക് ലാഭത്തിന് വേണ്ടി വേറൊരുള്ളവർക്ക് വാടകക്ക് കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവര് ഉപകാരം കച്ചവടം നടത്തുന്നവരാണ്. അത് അവരോ മറ്റുള്ളവരിൽ നിന്ന് ബിൽഡിംഗ് മൊത്തത്തിൽ എടുക്കുകയാണ്, എന്നിട്ട് അത് താമസിക്കാൻ വേണ്ടി ചില്ലറയായിട്ട് അവര് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ 1 വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. 3:296 നോക്കിയാൽ മനസ്സിലാക്കാം. സൈദി ഉസ്താദേ, ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് തലാഖിന്റെ ഒരു പെണ്ണ് വാദിക്കുന്ന വിഷയം, എന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന്. അതിൽ ചെറിയ ഇഷ്കാലോടുകൂടെ ഉസ്താദ് മറുപടി പറഞ്ഞിരുന്നു. അതിന് ചെറിയൊരു ഇഷ്കാല് കൂടി ഉണ്ടായിരുന്നു. ഇയാനത്തിന്റെ ആ ഇബാറത്തും ഇയാനത്തിന്റെ ഹാമിഷിലുള്ള ആ ഇബാറത്തും ആ സൈനി ദഹ്ലാന്റെ ഒരു ഫത്വയും അതുപോലെ ഭാര്യ ഞാൻ ത്വലാക്ക് ചെല്ലപ്പെട്ടവളാണ്, ഇദ്ദ കഴിഞ്ഞവളാണ് എന്ന് പറഞ്ഞാൽ ഖാസായ വലിയിന് പെണ്ണിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞത് ഭർത്താവ് ഇൻകാർ ചെയ്യാത്തപ്പോഴാണ്. ഖാസായ വലിയാണെങ്കിലും ആമായ വലിയാണെങ്കിലും ഭർത്താവ് ഇൻകാർ ചെയ്യാത്തപ്പോഴാണ് അങ്ങനെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞത്. ഭർത്താവ് ഇൻകാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിവാഹം ചെയ്തുകൂടാ. ഫത്ഹുൽ ജവാദിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്, 2ഇടത്തും ഇൻകാർ ഇല്ലാത്തപ്പോഴാണ് എന്ന്. മുഹറത്തിന്റെ പവിത്രതകളും ആശൂറാ ഇതിന്റെ പവിത്രതകളൊക്കെ വിവരിക്കുന്ന ഒരു ചരിത്ര സംഭവങ്ങളും
അതുപോലെ ഹദീസുകളും ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർ അത് വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം മാസത്തെ കുറിച്ച് മൊത്തത്തിലും മുഹറം 9, 10 എന്നീ വിശേഷ ദിനങ്ങളെ കുറിച്ചും ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങളുടെ മുക്കാശഫത്തുൽ ഖുലൂബിന്റെ ഏതാനും ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കാം. ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമൽ മദീന, നബി തങ്ങൾ മദീനയിലേക്ക് വന്നു. ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശൂറാ, ആശൂറാഇന്റെ അന്ന് യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നു. ഫസഅലഹും അൻ ദാലിക്, അപ്പൊ അതിനെപ്പറ്റി അവരോട് ചോദിച്ചപ്പോ അവര് പറയുകയാണ്, ഇന്ന ഹാദൽ യൗമ അൽഹറല്ലാഹു ഫീഹി മൂസ, ഈ ദിവസത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വിജയം കൊടുത്തത്. വബനി ഇസ്രാഈല അലാ ഖൗമി ഫിർഔൻ, അതുപോലെ ഫിർഔനിന്റെ ജനതക്കെതിരെ ബനു ഇസ്രായേലിനും അല്ലാഹു തആല വിജയം കൊടുത്തു. ഫനഹ്നു നസൂമുഹു തഅളീമൻ ലഹു, അതുകൊണ്ട് ആ ദിവസത്തെ ബഹുമാനിച്ചിട്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും ബന്ധമുള്ളവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ ഇഷ്തു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ വൽ അശ്റ, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9ന്റെ അന്നും 10ന്റെ അന്നും ഞാൻ നോമ്പനുഷ്ഠിക്കും. ഫന്തഖല ഇല റഫീഖിൽ അഅ്ലാ മിൻ ആമി, ആ കൊല്ലം തന്നെ നബി തങ്ങൾ വഫാത്തായി. വലം യസും ഗൈറൽ അശ്ർ, 10നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. 11നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സൂമു ഖബ്ലഹു യൗമൻ വ ബഅദഹു യൗമൻ വ ഖാലിഫു സുന്നത്തൽ യഹൂദ്, മുഹറം 9നും 10നും 11നും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ യഹൂദികളുടെ ചര്യയോട് വിരുദ്ധമാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ വസ്സഅ അലാ ഇയാലിഹി വ അഹ്ലിഹി ഫി യൗമി ആശൂറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി, മുഹറം 10ന് കുടുംബത്തിനും അഹ്ലിനും വിശാലത ചെയ്തു കൊടുത്താൽ, സാമ്പത്തിക ക്ഷേമം ചെയ്തു കൊടുത്താൽ, കൊല്ലം മുഴുവൻ അള്ളാഹു അവർക്ക് ക്ഷേമം ചെയ്തു കൊടുക്കും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഷെർവാനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന്റെ ശേഷം പറയുന്നു, വഖദ് ദക്കറ ഗൈറു വാഹിദിൻ മിൻ റുവാത്തിൽ ഹദീസ്, ഹദീസ് റാവിമാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, അന്നഹു ജറബഹു, ഈ ഹദീസിൽ പറഞ്ഞത് പരിശോധിച്ചു നോക്കി, ഫവജദഹു കദാലിക, അങ്ങനെ തന്നെ കണ്ടു. അപ്പോ കൊല്ലത്തിൽ കുടുംബത്തിന് വേണ്ടി മുഹറം 10ന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ കൊല്ലം മുഴുവൻ അവനക്ക് അതിന്റെ ഗുണം കിട്ടും എന്ന് ഹദീസിൽ പറഞ്ഞത് ശരിക്കും പുലർന്നിട്ടുണ്ട്. മുഹറം 10ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന്റെ കരങ്ങളാൽ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം റാഫിദിയാക്കൾ പല അനാചാരങ്ങളും, ചോര കൊണ്ട് സുറുമയിടുക, നിലവിളിക്കുക, ദുഃഖം പ്രകടിപ്പിക്കുക, ഇങ്ങനെ പല അനാചാരങ്ങളും റാഫിദിയാക്കൾ പതിവാക്കിയിട്ടുണ്ട്. അതൊന്നും ചെയ്യരുത് എന്ന് ഫുഖഹാ കർശനമായി പറഞ്ഞു. അതൊന്നും തെളിവില്ലാത്തതാണ് എന്നും അവര് പറഞ്ഞു. ഇരിക്കട്ടെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് അത് മുഹറം 10ന്റെ അന്നാണ്. ഇബ്നു സിയാദ് എന്നുള്ള പട്ടാളക്കാരനെ ഉപയോഗിച്ചിട്ടാണ് യസീദ് ആ കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഖാല അബ്ദുൽ മലിക് ബിൻ ഉമൈർ പറയുകയാണ്,
റഅയ്തു റഅ്സൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈന യദൈ ഇബ്നു സിയാദ്. ഇബ്നു സിയാദിന്റെ മുമ്പിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല ഞാൻ കണ്ട്. ഫീ ഖസ്രിൽ കൂഫ, കൂഫ കൊട്ടാരത്തിൽ. സുമ്മ റഅയ്തു റഅ്സ സിയാദ്, പിന്നെ സിയാദിന്റെ തലയെ ഞാൻ കണ്ടു. ബൈന യദൈൽ മുഖ്താർ, മുഖ്താർ രാജാവിന്റെ മുമ്പിൽ. സുമ്മ റഅയ്തു റഅ്സൽ മുഖ്താർ, പിന്നെ മുഖ്താർ രാജാവിന്റെ തലയെ ഞാൻ കണ്ടു. ബൈന യദൈ മിസ്അബ്, മിസ്അബ് എന്നവരുടെ മുമ്പിൽ. സുമ്മ റഅയ്തു റഅ്സ മിസ്അബ്, മിസ്അബിന്റെ തലയെ ഞാൻ കണ്ടു. ബൈന യദൈ അബ്ദുൽ മലിക്, അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ മുമ്പിൽ. കാല സുഫിയാൻ, സുഫിയാൻ തങ്ങൾ പറയുകയാണ്, ഫഖുൽതു ലഹു, ഞാൻ അബ്ദുൽ മലിക്കിനോട് ചോദിച്ചു, കം കാന ബൈന അവ്വലി റുഊസി വ ആഖിരിഹാ, ഈ ആദ്യത്തെ തല ഹുസൈൻ തങ്ങളെ തലയെടുത്തതിന്റെയും അവസാനത്തെ മിസ്അബ് എന്നവരുടെ തലയെടുത്തതിന്റെയും ഇടയിൽ എത്ര കൊല്ലമുണ്ടായിരുന്നു? കാലസ്നത്ത അശറസന, 12 കൊല്ലമുണ്ടായിരുന്നു. 12 കൊല്ലത്തിനിടയ്ക്ക് കൊന്നവരുടെയും അതുപോലെ മറ്റു പലരുടെയും തലയെടുക്കപ്പെട്ടു എന്നാണ് അൽ മുസ്തസ്റഫിൽ പറയുന്നത്. മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിച്ചാൽ യുക്കഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞുപോയ കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൊല്ലത്തെ പാപം പൊറുക്കുമ്പോൾ ചെറുദോഷവും വൻദോഷവും ഒക്കെ അതിൽ പെടും. മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കല്ലാത്ത എല്ലാ പാപവും അതിൽ പെടും. അള്ളാഹുവിന്റെ ഫള് വാസി ആണ്, അതുകൊണ്ട് ചുരുക്കേണ്ടതില്ല, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് തന്നെ അതിന് മഅന വെക്കാമെന്നും ഫുഖഹാ വിശദീകരിക്കുകയാണ്. ബുജൈരിമിയിൽ ഇങ്ങനെ വായിക്കാം, വറദ ഫീ ബഅദിൽ അഹാദീസ്, ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അന്നൽ വുഹൂഷ ഫിൽ ബാദിയത്തി തസൂമുഹു, മലകളിലുള്ള കാട്ടുജന്തുക്കൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കും. ഹത്താ അന്ന ബഅലുഹും അഖദ ലഹമൻ, ചില ആളുകൾ മാംസമെടുത്ത്, വദഹബ ബിഹി ഇലൽ ബാദിയ, അതുമായി മലയിലേക്ക് പോയി, വറമാഹു ലിനഹ്വിൽ വുഹൂഷ്, കാട്ടുജന്തുക്കൾക്ക് അതിനെ എറിഞ്ഞുകൊടുത്തു. ഫഅഖ്ബലത്ത് അലൈഹി, കാട്ടുജീവികൾ വന്നു, വലം തഅക്കുൽ, മാംസം കഴിക്കുന്നില്ല. വസാറത്ത് തന്നുറു ഷംസ വതന്നുറു ഇലൽ ലഹമി, അങ്ങനെ മാംസത്തിലേക്കും നോക്കും സൂര്യനിലേക്കും നോക്കും, അങ്ങനെ തന്നെ നിന്ന് ഹത്താ ഖുർബത്തി ഷംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. സൂര്യൻ അസ്തമിച്ച് ബാങ്ക് വിളിച്ചപ്പോൾ ഫഅഖ്ബലത്ത് ഇലൈഹി മിൻ കുല്ലി നാഹിയ, എല്ലാ ഭാഗത്തു നിന്നും കാട്ടുജീവികൾ മാംസം കഴിക്കാൻ വന്നു. ഏതായാലും ആഷൂറാഇന്റെ അന്ന് മനുഷ്യരോടും യഹൂദികളോടും എല്ലാവരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മറ്റു ജീവികളും നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുഹറം മാസം 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്ത് തന്നെയാണ് എന്നല്ല, മുഹറം മാസം മുഴുവനും നോമ്പിന് പ്രത്യേക പുണ്യമുള്ള മാസം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാനിന്റെ ശേഷം നോമ്പനുഷ്ഠിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസമാണ് മുഹറം മാസം. ഷഹ്റുല്ലാഹി, അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകം നബി തങ്ങൾ പറഞ്ഞു. മഹാന്മാര് പിന്നെയും വിശദീകരിച്ചു, വ ഇന്നമാ സുമ്മിയ മുഹറമൻ, മുഹറം എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം ലിതഹരീമിൽ ജന്നത്തി അലാ ഇബ്ലീസ്, ഇബ്ലീസിന് സ്വർഗം ഹറാമാക്കിയ മാസമായതുകൊണ്ടാണ് മുഹറം എന്ന് പേര് വെക്കപ്പെട്ടത് എന്നും അഇമ്മത്ത് വിശദീകരിക്കുന്നു. മേൽപ്പറയപ്പെട്ട ഹദീസിൽ മുഹറമിനെ പറ്റി പറഞ്ഞത് ഷഹ്റുല്ലാഹി എന്നാണ്, അള്ളാഹുവിന്റെ മാസം. മുലാഫ് ഇലൈഹി ബഹുമാനിക്കപ്പെടുന്ന ഒരു സംഗതിയാകുമ്പോൾ മുലാഫിനും അതേ ബഹുമാനം കിട്ടും. അപ്പൊ അള്ളാന്റെ മാസം എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്കാണ് ചേർത്തി പറയുന്നത്. സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി പറഞ്ഞില്ലേ, നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന്. അതുപോലെ അതെന്തുകൊണ്ടാ? ആ ഒട്ടകം വലിയ സ്ഥാനമുള്ളത് കൊണ്ടാണ്. ഏതായാലും അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞതുകൊണ്ട് മുഹറത്തിന് വലിയ പവറും പുണ്യവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ അബ്ദുൽ കരീം അസ്ഹരി. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ട്. നിർബന്ധമായും ഉസ്താദുമാർ അതിന് തെളിവ് സഹിതം മറുപടി തരണം, അർജന്റാണ്. അതായത്, ഞാൻ ഒരു പള്ളിയിലേക്ക് മൈക്ക് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഒരു 20,000 രൂപ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് അതെനിക്ക് ബോധ്യപ്പെടുന്നു അത് AP പള്ളിയാണെന്ന്. ഞാൻ സമസ്ത പള്ളിയാണ് എന്ന ഉദ്ദേശത്തിലാണ് കൊടുത്തത്. ഉടനെ ഞാൻ ആ പൈസ തിരിച്ചു വാങ്ങിക്കുന്നു. അതിന്റെ ഹുക്കം എന്താണ്? അതിന്റെ അനുവദനീയത എങ്ങനെ? ഒന്ന് വിശദീകരിച്ചു തരാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇന്നലെ ഒരു ചോദ്യം വന്നിരുന്നു. ഒരാളിൽ അല്ലെങ്കിൽ ഒരു സംഗതിയിൽ ഒരു ഗുണമുണ്ട് എന്ന് വിചാരിച്ച് ആ വിഷയത്തിലേക്ക് കൊടുക്കുന്നു. അവിടെ ആ ഗുണം ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്കത് വാങ്ങാൻ പറ്റൂല എന്നാണ് ഫിഖ്ഹിന്റെ നിയമം. തുഹ്ഫ 6317 ഇങ്ങനെ വായിക്കാം: ഔ ഉഅ്തിയ ലിളന്നി സിഫത്തിൻ ഫീഹി ഔ ഫീ നസബിഹി. അവനിലോ അവന്റെ നസബയിലോ ഒരു ഗുണമുണ്ട് എന്ന് വിചാരിച്ചാണ് നൽകപ്പെടുന്നത്. ഫലം യകുൻ ഫീഹി ബാത്തിനൻ. യഥാർത്ഥത്തിൽ ആ ഗുണം അവരിൽ ഉണ്ടായില്ല. എന്നാൽ ലം യഹില്ല ലഹു കബൂലുഹു. അത് സ്വീകരിക്കൽ ഹലാലല്ല. വലം യംലിക്കുഹു. അതവനക്ക് ഉടമയാവുകയുമില്ല. വയുക്തഫ ഫീ കൗനിഹി ഉഅ്തിയ ലിഅജ്ലി വന്നി തിൽക സിഫ. ആ ഒരു ഗുണമുണ്ട് എന്ന് വിചാരിച്ചാണ് നൽകപ്പെടുന്നത് എന്ന വിഷയത്തിൽ മതിയാകും. ബിൽ ഖരീനത്തി. ഖരീനത്ത് കൊണ്ട് മതിയാകും. അപ്പൊ കൊടുക്കുന്ന ആള് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഏത് ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത് എന്ന് ഖരീനത്ത് കൊണ്ട് മനസ്സിലാകുമ്പോ ആ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം വാങ്ങുന്നവരിലില്ലെങ്കിൽ അത് വാങ്ങാൻ പാടില്ല എന്നാണ് തുഹ്ഫ പറയുന്നത്. തുഹ്ഫയുടെ മറ്റൊരു പേജിൽ ഇങ്ങനെ കാണാം: ലി അന്ന മുഖാലഫത ഖസ്തിൽ ആഖിദി ലി ഖസ്തിഹി തഖ്തലി റദ്ദഹു. വാങ്ങുന്നവന്റെ ഖസ്ത് കൊടുക്കുന്നവന്റെ ഖസ്തിനോട് എതിരാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്നതാണ് വരുന്നത് എന്നും തുഹ്ഫ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ആ പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടി ഊഹിക്കാം. അസ്സലാമു അലൈക്കും. അതോടുകൂടി മറ്റൊരു ചോദ്യം കൂടി. നമ്മൾ ചിലപ്പോ ചില നിർബന്ധ ഘട്ടങ്ങളിൽ ചില സദസ്സുകളിലോ മറ്റോ ഒക്കെ പെട്ടുപോയാൽ ചില ആളുകൾ വന്ന് സംഭാവനയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മസ്ജിദുൽ ഇറാറിന് ഇല്ലെങ്കിൽ ഏതെങ്കിലും ശിർക്ക് സ്ഥാപനങ്ങൾക്ക് ഒക്കെ സംഭാവനയൊക്കെ ചില സദസ്സുകളൊക്കെ അങ്ങനെ വരാം. സംഭാവനയൊക്കെ ചോദിച്ചാൽ അവിടെ അത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാന്യതക്ക് കോട്ടം തട്ടുന്ന വിഷയമായതുകൊണ്ട് നമ്മളത് ഹയാ കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണ്. അപ്പോ ആ കൊടുക്കുന്ന പണം ഹറാമായ ഒരു സ്ഥാപനത്തിലേക്ക് ആണെങ്കിൽ ആ കൊടുക്കുന്നതിന്റെ ഹുക്കുമെന്ത്? അതുപോലെ മസ്ജിദുൽ ഇറാർ പോലത്തെ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ അവര് മറ്റു സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാനൊക്കെ അത് ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം. അപ്പോ ആ പണം അവർക്ക് ഹലാലാകുമോ? കൊടുക്കുന്ന നമുക്ക് അതുകൊണ്ട് വല്ല തെറ്റുമുണ്ടോ എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. തുഹ്ഫയുടെ 6-ാം ജുസ്ഇൽ ഇങ്ങനെ കാണാം: വഹൈസു ദല്ലത്ത് ഖരീനത്തുൻ. ഖരീനത്ത് അറിയിക്കുമ്പോൾ അന്നമാ യുഅ്താഹു ഇന്നമാ ഹുവ ലിൽ ഹയാഇ. അവനക്ക് നൽകപ്പെടുന്നത് ലജ്ജ കാരണമാണ്. കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാതിരുന്നാൽ നാണക്കേടായി പോകുമോ എന്നുള്ള നാണം കാരണമാണ് കൊടുക്കുന്നത് എന്നതിന്റെ മേലിൽ ഖരീനത്ത് അറിയിക്കുമ്പോൾ ഹറുമൽ അഹ്ദു, അത് വാങ്ങൽ ഹറാമാണ്. വലം യംലിക്കുഹു, ആ വാങ്ങുന്നതിൽ അവനക്ക് ഉടമവകാശമില്ല. കാലൽ ഗസാലിയു ഇജ്മാ,
ഈ മസ്അല ഇജ്മാഇന്റെ ഗണത്തിൽ പെടുന്നതാണ് എന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു. ഇതേ മസ്അല ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യം വന്നിരുന്നു. അവിടുത്തെ ഫത്താവൽ കുബ്രയിൽ ഇങ്ങനെ കാണാം. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതിനെ പറ്റിയിട്ടാണ് ചോദ്യം. ലൗ ത്വലബ മിൻ ഇൻസാനിൻ അൻ യഹബഹു മാലം ഫി മലഇ മിനൻ നാസ്, ജനസമക്ഷത്തിന് മുമ്പിൽ വെച്ച് പൈസ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഫസ്തഹിയ മിൻകും അല്ലാ യുഴ്തിയഹു, കൊടുക്കാതിരിക്കുന്നതിൽ ഇയാൾക്ക് ലജ്ജ തോന്നി. വകാന യവദ്ദു അൻ യകൂന ഫീ ഖൽവത്തിൻ ഫലാ യുഴ്തിഹി, ഒറ്റക്കാണെങ്കിൽ ആളില്ലാത്തിടത്താണെങ്കിൽ കൊടുക്കൂല എന്നായിരുന്നു അയാൾ കരുതിയിരുന്നത്. ഫവഹബലഹു, അങ്ങനെ അത് കൊടുത്തു. ഇതിനെ പറ്റിയിട്ട് ഗസാലി ഇമാമിന്റെ ഈ ഒരു പ്രസ്താവനയെ പറ്റിയിട്ട് ഇബ്നു ഹജറിനോട് ചോദിച്ചപ്പോ ഇബ്നു ഹജർ തങ്ങൾ അതിന് ഈ രൂപത്തിൽ മറുപടി കൊടുക്കുകയാണ്. ഫമതാ ലഹറ ലഹു മിൻ ഹാലിൽ മുഅ്തി, കൊടുക്കുന്നവന്റെ അവസ്ഥയിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ ഖറാഇനു, സാഹചര്യ തെളിവുകൾ, തദുല്ലു അലാ അന്നൽ ഹാമില ലഹു അലാ ഇഴ്താഇഹി ലഹു മാ സഅലഹു ഫീഹി, ജനസമക്ഷത്തിൽ വെച്ച് ചോദിക്കുമ്പോ ഈ കൊടുക്കുന്നത് അത് ബൽ വമാലം യസ്അലുഹു, ചോദിക്കാത്തതും കൊടുക്കുന്നത് മുജറദുൽ ഹയാ, കേവലം ലജ്ജ കാരണമാണ് ഈ കൊടുക്കുന്നത് എന്ന് സാഹചര്യ തെളിവുകൾ അറിയിച്ചാൽ ഇംതന അലൈഹി അഖുദു ദാലിക, അത് വാങ്ങാൻ പാടില്ല. ലിഅന്ന നഫ്സ മാലികി ലം തസ്മഹ് ബിഹി അൻ തീബി നഫ്സിൻ വൻഷിറാഹിൻ, ശാന്തമായ സന്തോഷമുള്ള മനസ്സുകൊണ്ടല്ല അദ്ദേഹം അത് നൽകുന്നത്. വഇന്നമൽ ഹാമിലു ലഹു അലൈഹി ഖൗഫുഹു മിൻ അൽസിലത്തിൻ നാസ്, ജനങ്ങളുടെ നാവിൽ നിന്ന്, ജനങ്ങളുടെ സംസാരത്വവും ആക്ഷേപവും ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വമിൻ സമ്മ അൽഹഖൽ ഗസാലി ബിദാലിക, ഇതേപോലെ തന്നെയാണ് മറ്റൊരു വിഷയവും എന്ന് ഗസാലി ഇമാം പറയുന്നത്. അതെന്താ? ഹദിയത്തുൽ ഖാദിം, യാത്ര കഴിഞ്ഞ് വരുമ്പോ കിട്ടുന്ന ഗിഫ്റ്റ്. ഇദാ ഉലിമ ഇദാ അലിമ ഔ ലന്ന മിൻ ഹാലിഹി അന്നൽ ഹാമില ലഹു അലാ തഫ്രിഖതി അലാ അസ്തിഖാഇഹി വ ജിറാനിഹി ഖൗഫു അൽസിനതിഹിം വ മദമ്മതിഹിം. അതെ, അപ്പോ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്, ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓല നാവോ ഓല ആക്ഷേപോ ഒക്കെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ ഗിഫ്റ്റ് കിട്ടുന്നത്, കൊടുക്കുന്നത് എന്ന് മനസ്സിലായാൽ ഫഹാദാ മംനൂഉ മിൻ ഖബൂലിഹി അയ്ളൻ, അതും സ്വീകരിക്കാൻ പാടില്ല. ലി അന്ന മാലിക്കഹു ലം യസ്മഅ ബിഹി, ആ മാലിക് അത് നല്ല മനസ്സോടെ അല്ല തരുന്നത്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഗിഫ്റ്റ് തരുന്നത് നല്ല മനസ്സോടെയാണ് എന്നുള്ളതിന് കരീനത്ത് ഉണ്ടായാൽ അതെങ്ങനെ? അതുകൊണ്ടുള്ള റിളയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഒറ്റക്കാണെങ്കിൽ അവനോട് ചോദിക്കും ചെയ്താൽ അഴ്ത്താവൻ തരും. അങ്ങനത്തെ ഒരു പൊസിഷൻ ആണെങ്കിൽ അവൻ തരുന്നത് സ്വീകരിക്കാം. വിശദമായ ചോദ്യവും മറുപടിയും ഫത്താവൽ കുബ്രയുടെ 3-ാം വാല്യത്തിൽ കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു ചോദ്യം മുഹിമ്മ ഉസ്താദന്മാരോട്. അമ്പിയാക്കളും മറ്റുള്ള ഔലിയാക്കൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയതിനെ സംബന്ധിച്ച് വഫാത്തായി എന്ന് നാം പ്രയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരു സാധാരണക്കാർ മരിച്ചു പോയാൽ അയാളെ സംബന്ധിച്ച് വഫാത്തായി എന്ന് പറയാൻ പാടുണ്ടോ എന്നതൊന്ന് വിവരിച്ചു തന്നാൽ നന്നായിരുന്നു. ഒരു സാധാരണക്കാർ മരിച്ചാൽ അയാളെ സംബന്ധിച്ച് വഫാത്തായി പോയി എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഒരു സാധാരണക്കാരെ ഖബർ, അത് വലിയ മഹാന്മാരെ ഖബറാകുമ്പോൾ മക്ബറ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ സാധാരണക്കാരുടെ ഖബറിനെ മക്ബറ എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. വഫാത്ത്, മൗത്ത് എന്നീ 2 പദങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്.
മൗത്ത് എന്നുള്ള പദം അത് മനുഷ്യർക്കും മനുഷ്യേതര ജീവജാലങ്ങൾക്കും ജീവൻ പോകുമ്പോൾ ഉപയോഗിക്കാം. അതേ സമയത്ത് വഫാത്ത് എന്നുള്ളത് മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ് വ്യാപകമായി കാണപ്പെടുന്നത്. മനുഷ്യരിൽ സാധാരണക്കാര് അസാധാരണക്കാര് എന്ന വ്യത്യാസമൊന്നുമില്ല. ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദി വുക്കില ബിക്കും, നിങ്ങളെ മലക്കുൽ മൗത്ത് മരിപ്പിക്കും എന്ന് തന്നെ ഖുർആനിലുണ്ട്. അല്ലാഹു യതവഫൽ അംഫുസ, ശരീരങ്ങളെ അല്ലാഹു മരിപ്പിക്കും എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തവഫ യതവഫ എന്നുള്ളത് ഒരു മനുഷ്യർ മരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. മൗത്ത് എന്നുള്ളത് മനുഷ്യരും മനുഷ്യേതര ജീവികളും ജീവൻ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. വല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും. പൊതുവെ എതിർക്കപ്പെടുന്നതും സംസ്ഥാനം അംഗീകരിക്കാത്തതുമായ തരീക്കത്താണല്ലോ നൂരിഷ തരീക്കം. ഇതിലെ പൊള്ളയായ വാദങ്ങൾ എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അറിഞ്ഞു വെക്കാനാണ്. സംശയം ദൂരീകരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. നൂരിഷ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. 1955 നൂരിഷ ത്വരീഖത്ത് കേരളത്തിലെത്തുന്നത്. നൂരിഷയുടെ തങ്ങൾ തലശ്ശേരിയിൽ ഒരു അഖിലേന്ത്യാ കോൺഫറൻസ് നടത്തിയിട്ടാണ് കേരളത്തിലേക്ക് രംഗപ്രവേശനം നടത്തിയത്. 1974 നൂരിഷ ത്വരീഖത്ത് ഒരു വലിയ വിവാദമായി മാറിയതും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പിഴച്ച ത്വരീഖത്താണ് എന്ന് തീരുമാനമെടുത്തത്. സമസ്തയോടൊപ്പം തന്നെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയും പിൽക്കാലത്ത് AP വിഭാഗവും നൂരിഷ പിഴച്ചതാണ് എന്ന് തീരുമാനിച്ചു. എല്ലാ സുന്നി പണ്ഡിതന്മാരും ഒറ്റക്കെട്ടായി അത് പിഴച്ചതാണെന്ന് തീരുമാനിക്കാൻ അവർ കണ്ടെത്തിയ കാരണങ്ങൾ പലതാണ്. ത്വരീഖത്തിൽ അംഗമാകുന്ന ആളുകൾക്ക് 3 വട്ടം ഇസ്തിഗ്ഫാറും 1 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദും ചൊല്ലിക്കൊടുത്ത് നിങ്ങളുടെ ദോഷങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു കഴിഞ്ഞു, അതിൽ യാതൊരു സംശയവും ഉണ്ടാവാൻ പാടില്ല എന്ന് ത്വരീഖത്തിൽ ചേരാൻ വരുന്നവരോട് ഖലീഫമാർ പറയാറുണ്ടായിരുന്നു. ആ ധാരണ ശരിയല്ല, അങ്ങനെ ധരിക്കാൻ പാടില്ല, അള്ളാഹുവിൽ നിർഭയനാവലാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അമ്നാണ് അതുകൊണ്ട് വരുന്നത് എന്ന് അക്കാലത്ത് തന്നെ പണ്ഡിതന്മാർ ഉണർത്തിയതാണ്. അതുപോലെ അവരുടെ ദിക്റുകൾ, അതുപോലെ അവരുടെ വിശ്വാസങ്ങൾ തുടങ്ങിയ പലതിലും അക്കാലത്തുള്ള തലമുതിർന്ന പണ്ഡിതന്മാർ ന്യായമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സംഘടനകളും നൂരിഷ ത്വരീഖത്ത് ഒരു പിഴച്ചതാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അവർ പ്രത്യേകം സമുദായത്തോട് ഉണർത്തിയിട്ടുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കണ്ണിൽ മരുന്നൊറ്റിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ? കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന് ചോദിച്ചിരുന്നു. നോമ്പ് മുറിയൂല. തുഹ്ഫ 3403 ഇങ്ങനെ വായിക്കാം: വലൽ ഇഖ്തിഹാലു, സുറുമയിട്ടാലും നോമ്പ് മുറിയൂല. വഇൻ വുജിദ ലൗനുഹു ഫീ നഹവി നുഖാമത്തിഹി, അവന്റെ കഫത്തിൽ ആ സുറുമയുടെ നിറം കണ്ടാലും ശരി. വത്വഅമുഹു ബിഹൽഖിഹി, ആ സുറുമയുടെ രുചി അവന്റെ തൊണ്ടയിലുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇത് ലാ മൻഫദ മിൻ ഐനിഹി ലിഹൽഖിഹി, കണ്ണിൽ നിന്ന് തൊണ്ടയിലേക്ക് ദൂരമില്ല.
ഫഹുവക്കൽ വാസിലി മിനൽ മസാമി, അത് രോമക്കുത്തിലൂടെ പോരുന്നത് പോലെ തന്നെയാണ്. രോമകൂപ്പങ്ങളിലൂടെ ഉള്ളിലേക്ക് ചേർന്നാൽ മുറിയൂലല്ലോ, അതുപോലെ തന്നെയാണ് എന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു സംശയം, ഞാൻ മുകളിൽ ഇങ്ങനെ മറ്റൊരു പിരിവിനുമായിട്ടുള്ള ചോദ്യങ്ങളും മറുപടിയും കേട്ടപ്പോൾ അതിൽ നിന്ന് വന്ന സംശയമാണ്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. സൂര്യാനന്ദ. അപ്പോൾ പിന്നെ ഇതിനൊക്കെ വന്നാൽ റാലിയൊക്കെ, കുട്ടികളുടെ റാലി പോകുമ്പോൾ ഇതര സമുദായങ്ങളിൽപ്പെട്ട ഹിന്ദുക്കൾ തന്നെ വളരെ നല്ല രീതിയിൽ അവരെന്നെ മിഠായി വിതരണം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളൊരു നല്ല സൗഹാർദ്ദം നിലനിൽക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ അവർ അമ്പലങ്ങളിൽ വല്ല പൂരങ്ങളോ മറ്റോ നടക്കുമ്പോൾ നമ്മുടെ പിരിവിന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താ ഇല്ല, നല്ലൊരു മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടോ എന്നുള്ളതിൻ്റെ പേരിൽ ചിലപ്പോൾ കൊടുത്ത് പോവാറുണ്ട്. അതങ്ങനെ കൊടുക്കുന്നത് കാരണം എന്തായാലും ശരിക്കും കേന്ദ്രമാണല്ലോ അമ്പലങ്ങളൊക്കെ. അപ്പം അതിന് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. അമുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെയോ ആചാരങ്ങളെയോ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു സാമ്പത്തിക സഹായവും പാടില്ല എന്ന് തന്നെയാണ്. അവരുടെ അതുമായി ബന്ധപ്പെട്ടതല്ലാതെ അവർക്ക് താമസിക്കുക, അവരുടെ ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാവുന്നതുമാണ്. തുഹ്ഫ 6/246 ആ വിഷയങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഫഇൻ വഖഫ അലാ ജിഹത്തി മഅസിയത്തിൻ കഇമാറത്തി നഹ്വിൽ കനാഇസില്ലത്തി ലിതഅബ്ബുദി, ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട സത്രങ്ങളും ചർച്ചുകളും പരിപാലിക്കുക എന്ന ഉദ്ദേശത്തിന്റെ മേലിൽ വഖഫ് ചെയ്യൽ ഫബാത്തിലുൻ, അത് ബാത്തിലാണ്. ലി അന്നഹു ഇആനത്തുൻ അലാ മഅസിയത്തിൻ, അത് തെറ്റിന്റെ മേലിൽ സഹായിക്കലാണ്. അമ്മാ നഹ്വു കനീസത്തിൻ ലി നുസൂലിൽ മാറത്തി ഔ ലി സുക്ന ഖൗമിൻ മിൻഹും, അതേ സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി, സഞ്ചരിക്കുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള സത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ, ഫയസിഹുൽ വഖഫു അലൈഹ, അതിന്റെ മേലിലുള്ള വഖഫ് സ്വഹീഹാണ്. വഅലാ നഹ്വി കനാദീലിഹ വ ഇസ്റാജിഹ, അവിടുത്തുള്ള തോരണങ്ങൾ, വിളക്കുകൾ, അതിനൊക്കെ വേണ്ടിയിട്ട് സദഖ ചെയ്യാം, വഖഫ് ചെയ്യാം. ലിന്ദിഫാഇൽ മഅസിയത്തി, അവിടെ മഅസിയത്ത് ഇല്ല എന്നും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇബാദത്തിന്റെ വിഷയവുമായി ബന്ധപ്പെടാത്ത മാനുഷികവും അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നതുമായ വിഷയങ്ങളിൽ സാമ്പത്തിക സഹായം പറ്റും. ആരാധനയോ ആചാരമോ ക്ഷേത്രമോ ആയ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തം. അസ്സലാമു അലൈക്കും. മുഹറം 10 രാവിലെ, അശുറാന്റെ രാവിലെ 4 റക്അത്ത് നിസ്കാരം സുന്നത്തായി ഇയാനത്തിൽ കാണുന്നുണ്ട്. അതിന്റെ ആധികാരികത ഒന്ന് വ്യക്തമാക്കാമോ? ആഷുറന്റെ ദിനത്തിലുള്ള നിസ്കാരത്തെ പറ്റി ഇആനത്തിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഇആനത്തിൽ ആ വിഷയത്തിന്റെ പൊതു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇആനത്തിന്റെ ഇബാറത്ത് ഇങ്ങനെ വായിക്കാം: വഹാസിലുഹു അന്നമാ വറദ മിൻ ഫിഅലി അശ്രി ഖിസാലിൻ യൗമ ആഷുറാ, ആഷുറാന്റെ അന്ന് ചെയ്യുന്ന 10 കാര്യങ്ങൾ ലം യസിഅ ഫീഹ, അതിൽ സ്വഹീഹായിട്ടില്ല. ഇല്ലാ ഹദീസു സിയാമി വത്തൗസിഅതി അലൽ ഇയാലി, കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കുക, നോമ്പനുഷ്ഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ഹദീസ് അല്ലാത്ത വേറെ ഒന്നും സ്വഹീഹായിട്ടില്ല. വ അമ്മാ ബാക്കിൽ ഖിസാലി സമാനിയ, ബാക്കി 8 കാര്യങ്ങൾ, വമിൻഹാ മാ ഹുവ ദഈഫുൻ, അതിൽ ചില ഹദീസുകൾ ദഈഫാണ്. വമിൻഹാ മാ ഹുവ മുൻകറുൻ മൗളൂ, ചിലത് വളരെ മുൻകറാണ്, മൗളൂ ആണ്. ആ കാര്യങ്ങളിൽ പറഞ്ഞതാണ് അസ്വലാത്തു, അന്നത്തെ നിസ്കാരം,
അതുപോലെ കുളിക്കുക, സുറുമയിടുക, ആലിമിനെ സന്ദർശിക്കുക, രോഗസന്ദർശനം, യത്തീം കുട്ടികളെ തടവുക തുടങ്ങിയ വിഷയങ്ങൾ. അതിൽ തെളിവുള്ളത് ഈ 2 മാത്രമാണെന്ന് പറഞ്ഞില്ലേ? ഇനി അതിലപ്പുറം ഒരു ആധികാരികയുടെ ആവശ്യമില്ലല്ലോ. അസ്സലാമു അലൈക്കും. ഒരു ഇഷ്കാലും കൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തപ്പോൾ ജെപി നേതാവായിരുന്ന ഇമാമ് അവിടെ നിന്ന് പറയുണ്ടായി, എനിക്കറിയാത്തോണ്ട് ചോദിക്കാറുണ്ട്, അറിയില്ല. പിന്നെ 2ാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്ന് കൂട്ടലും, അതുപോലെ സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ എന്ന് പറയലും, സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയലും, ഇത് 3 പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് അത് പറയുകയുണ്ടായി. എല്ലാ ഫിഖിന്റെ ഗ്രന്ഥങ്ങളും ഇത് കാണാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ പറയാ, സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്ന് സലാമും കൂടെ കൂട്ടുക, പിന്നെ സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദുആ ചെയ്യുകയും ചെയ്യുക. ഇത് പ്രത്യേകം സുന്നത്താണ് എന്ന് ആ സംശയം നോക്കി തരണമെന്ന് അല്ലാഹുവിനോട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്ന് സ്വലാത്തിന്റെ കൂടെ സലാമും കൂടി കൂട്ടണം മയ്യത്ത് നിസ്കാരത്തിൽ എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം സലാത്തില്ലാതെ സലാമും സലാമില്ലാതെ സ്വലാത്തും ഒറ്റക്ക് പറയൽ കറാഹത്താണ് എന്ന് നല്ല ഒരു വിഭാഗം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലാണെങ്കിലോ അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്തിൽ അവിടെ സ്വലാത്താണ് അതിലുള്ളതെങ്കിലും അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള സലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ അത് നേരത്തെ കഴിയാത്തത് കൊണ്ട് സ്വലാത്തിന്റെ കൂടെ സലാമും കൂടി പറയൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൽഹംദുലില്ലാ എന്ന് പറയലും സ്വലാത്തിന്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ എന്ന് ദ്വാരക്കലും സുന്നത്താണ്. ഫത്ഹുൽ മുഈന്റെ ഇബാറത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം: വയുന്തബു ലമ്മുസ്സലാമി ലിസ്വലാത്തി, സ്വലാത്തിലേക്ക് സലാമിനെ കൂട്ടൽ സുന്നത്താണ്. വദ്ദുആഉ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി അഖിബഹ, സ്വലാത്തിന്റെ ഉടനെ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും വേണ്ടി ദുആ ചെയ്യലും സുന്നത്താണ്. വൽ ഹംദു ഖബ്ലഹാ, സ്വലാത്തിന്റെ മുമ്പ് ഹംദും സുന്നത്താണ്. ഫത്ഹുൽ മുഈൻ 157. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം 10 മാത്രമല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചുള്ളൂ? പിന്നെ 9 കൂടി നോമ്പ് അനുഷ്ഠിച്ചാലേ എങ്ങനെ സുന്നത്ത് ആവുന്നത്? മുഹറം 9 നോമ്പ് സുന്നത്താകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത കൊല്ലം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 നോമ്പനുഷ്ഠിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് നബി വഫാത്തായി. പിന്നെ യഹൂദികളോട് എതിരാവലും ഉദ്ദേശമാണ്. മുഹറം 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്നൊക്കെയാണ് തുഹ്ഫയുടെ ആ ഇബാറത്തിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയും പ്രവൃത്തിയും രണ്ടും എതിരായി വന്നാൽ അത് ഏത് അനുസരിച്ചാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത്? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും എതിരായിട്ടില്ലല്ലോ. റസൂലുള്ളാഹ് 10 നോമ്പനുഷ്ഠിച്ച് അടുത്ത കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 9 നോമ്പ് അനുഷ്ഠിക്കും എന്ന് തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു എതിരില്ല. ഇനി എപ്പോഴെങ്കിലും എതിരായാൽ ആ എതിരായത് ഒരിക്കലും ജമ്മ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വാക്കിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ഫിഅല് വഖാഇഉ ഫിഅലിയ തഹ്തമിലു
ഫിഇലിയായ വാക്യത്തിന് പല സാധ്യതകളും പല വിഷയങ്ങളും ഉണ്ടാകും. ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ചെയ്യും. നിന്ന് വെള്ളം കുടിച്ചതുപോലെ, നിന്ന് മൂത്രമൊഴിച്ചതുപോലെ ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്യും. പറയുന്നത് ആമായ വാക്കായിരിക്കും, എല്ലാവർക്കും ബാധകമായിരിക്കും. ജമ്മുൽ ജവാമി 2-ാം വാള്യത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ വിളിക്കാൻ കാരണം എന്താ വെച്ചാല്, നമുക്ക് ഈ സുന്നത്ത് നോമ്പ് ഉണ്ടല്ലോ, അതായത് സുന്നത്ത് നോമ്പ് എന്ന് വെച്ചാല് സുന്നത്ത് നോമ്പല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മള് നേർച്ച ചെയ്താല് 2 നോമ്പ് നിൽക്കാന്നോ 3 നോമ്പ് നിൽക്കാന്നോ നമ്മൾ നേർച്ച ചെയ്ത് കഴിഞ്ഞാല് അത് ഏതെങ്കിലും സുന്നത്ത് നോമ്പ് വരുമ്പോ അതിന്റെ കൂട്ടത്തില് ആ സുന്നത്ത് നോമ്പ് നമ്മൾ നോറ്റി കഴിഞ്ഞാല് ആ നേർച്ച വിടുമോ? നമ്മൾ നിയത്ത് ചെയ്താല്, അതായത് ഇപ്പോ 2 നോമ്പ് സുന്നത്ത് നോമ്പ് നേർച്ച ചെയ്ത് കഴിഞ്ഞാല് നമ്മള് മുഹറം 9-ഉം 10-ഉം വരുമ്പോൾ അതിന്റെ നോമ്പ് നോക്കുകയാണെങ്കിൽ ഈ സുന്നത്ത് നോമ്പ് വിടുമോ? അതോ സുന്നത്ത് നോമ്പ് വേറെ തന്നെ നോറ്റി വിടണം നിർബന്ധമുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഇത്? ആ മസാല ഒന്ന് പറഞ്ഞു തന്നാല് ഒരു ഉപകാരമാണ്. എന്നിട്ട് നമ്മള് നേർച്ച ഞാൻ ഇന്ന കാര്യം സാധിച്ചാൽ നേർച്ച ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞാല് ആ കാര്യം ശരിയാകുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഈ നേർച്ച ചെയ്യണമെന്നാണ് നല്ലത്. ഇപ്പൊ ഖുർആൻ ഓതാനോ നിസ്കരിക്കാനോ അല്ലെങ്കിൽ നോമ്പ് വെക്കാനോ നമ്മള് സുന്നത്ത് നോമ്പിനോ സുന്നത്ത് നിസ്കാരത്തിനോ ഖുർആൻ ഓതാനൊക്കെ നേർച്ച ചെയ്യൂല, ഇന്ന കാര്യം സാധിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം സാധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ചെയ്യാണോ വേണ്ടത്, അതോ ആ കാര്യം സാധിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ ഒരു 2 സുന്നത്ത് നോമ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഈ മുഹറത്തിന് 9-ന്റെയും 10-ന്റെയും കൂട്ടത്തിൽ നിയത്ത് ചെയ്താൽ അത് വീടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് വിവരം തരുമോണ്ടി കേട്ടോ. സുന്നത്ത് നോമ്പിൽ നേർച്ച നോമ്പിനെ ഉൾപ്പെടുത്താം. അപ്പൊ നേർച്ച നോമ്പും സുന്നത്ത് നോമ്പും ഒരുമിച്ചെടുക്കാം. പിന്നെ ഒരു വിഷയം ശരിയായാൽ ഇന്നത് ചെയ്യും എന്ന് നേർച്ചയാക്കിയാൽ അത് ശരിയായതിന്റെ ശേഷം ചെയ്താൽ മതിയാകും, അതിന് മുമ്പ് ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെ നേർച്ചയാക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന കാര്യം ശരിയാവാൻ വേണ്ടി ഞാൻ ഇന്ന സംഗതി നേർച്ചയാക്കി എന്ന് പറയുകയും എന്നിട്ടത് ചെയ്യുക, എന്നിട്ടും ശരിയാവാൻ വേണ്ടി ദ്വാരക്കുക. അതാണ് നല്ല രൂപം.